الحمد لله نحمده ونستعينه ونؤمنه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا സത്യ വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. പ്രാർത്ഥനാ വസിയത്ത് ചെയ്ത സഹോദര സഹോദരിമാർക്ക് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള റഹ്മത്തുകൾ നിഅമത്തുകൾ വർഷിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാനിന്റെ അവസാന ഘട്ടത്തിലാണ് നാം ഉള്ളത്. നാം ചെയ്ത അമലുകളെല്ലാം പടച്ച റബ്ബ് നമ്മിൽ നിന്ന് പരിപൂർണമായും കബൂലാക്കുമാറാവട്ടെ. അവസാന വെള്ളിയാഴ്ചയിലാണ്, റമദാൻ 27 നാം എത്തി നിൽക്കുന്നത്. ഇനി ഒരു റമദാനും ഒരു വെള്ളിയാഴ്ചയും ഒക്കെ നമ്മൾ ആർക്കെല്ലാം അനുഭവിക്കാൻ കഴിയുമെന്നത് പടച്ച റബ്ബിന് മാത്രമാണ് അറിയുക. അതുകൊണ്ട് തന്നെ അവസാനത്തെ റമദാനാണ് എന്ന ആ ഒരു ബോധമാണ്, തിരിച്ചറിവാണ് നമുക്ക് ഈ രംഗത്ത് ഉണ്ടാവേണ്ടത്. ഇനി റമദാൻ എനിക്ക് കിട്ടുകയില്ല, ഇനി ഏതായാലും ഈ റമദാൻ ഒരു വെള്ളിയാഴ്ച ഏതായാലും കിട്ടാനുമില്ല. ആ ഒരു തിരിച്ചറിവോടുകൂടി ഈ റമദാനിനെ യാത്രയാക്കാൻ നമുക്ക് സാധിക്കണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങളെ വിചാരണ ചെയ്യും മുമ്പ് നിങ്ങൾ തന്നെ സ്വയം ഒരു വിചാരണയ്ക്ക് വിധേയമാവുക എന്നാണ്. പടച്ച റബ്ബ് വിചാരണ ചെയ്യും നമ്മളെ. ആ വിചാരണയ്ക്ക് എത്തും മുമ്പ് തന്നെ നമ്മൾ നമ്മളെ പറ്റിയുള്ള ഒരു ആത്മവിചാരണ, സ്വയം ഒരു വിചാരണ
നിർവഹിക്കണമെന്നാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്ന ആ ഒരു വചനത്തിന്റെ ആശയം. ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോൾ സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ എന്നാണ്. ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന ഒരാൾ നിസ്കരിക്കും പോലെ നീ നിസ്കരിക്കുക. ഇതിന്റെ അവസാനത്തെ നിസ്കാരമാണ്, ഇതിന്റെ അവസാനത്തെ നോമ്പാണ്, ഇതിന്റെ അവസാനത്തെ ജുമുഅയാണ്. ഇതോട് അവസാനിച്ചു എനിക്കൊരു ജുമുഅയില്ല, ഇനി എനിക്ക് റമദാനില്ല, ഇനി എനിക്കൊരു നിസ്കാരം പോലും നിസ്കരിക്കാൻ അവസരമുണ്ടാവില്ല എന്ന ആ ഒരു ബോധത്തിൽ നിസ്കരിക്കാൻ നിന്നാൽ ആ നിസ്കാരത്തിന് ഭക്തി തീർച്ചയായും കൂടും. ഭൗതികമായ ജീവിതമെന്നത് നൈമിഷികമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴാണ് അവസാനിക്കുക എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത, ഏത് നിമിഷം അവസാനിക്കാവുന്ന ഒന്നാണല്ലോ ഐഹികമായ ജീവിതം. ഉറപ്പില്ലാത്ത ദുനിയാവും ഉറപ്പുള്ള പരലോകവും, ഇത് രണ്ടുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് ഉറപ്പില്ലാത്തതാണ്, ഇന്ന് മുഴുവനായും ഉപയോഗിക്കാൻ കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ല. മരണം ഉറപ്പാണ്, ബർസഖ് ഉറപ്പാണ്, ശേഷമുള്ള ജീവിതം അത് ഉറപ്പാണ്. അല്ലാഹു തആല പറഞ്ഞുവല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതഉൽ ഗുറൂർ. സൂറത്ത് ആലി ഇംറാനിലെ 185-ാമത്തെ വചനമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവുകളും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, അന്റെ നാളിൽ നിങ്ങളുടെ പ്രതിഫലത്തെ പരിപൂർണമായി നൽകപ്പെടുകയും ചെയ്യും. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, ആരാണോ നരകത്തിൽ അകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്, ഫഖദ് ഫാസ്, തീർച്ചയായും അവനാണ് വിജയിച്ചവൻ. വൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതഉൽ ഗുറൂർ, തീർച്ചയായും ഐഹികമായ ജീവിതമെന്നത് വഞ്ചനാ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഒരു ബോധം സഹോദരങ്ങളെ ജീവിതത്തിൽ ഉണ്ടാകാം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞു പോകും. റമദാൻ എന്താണ് നമ്മിലേക്ക് വന്നത്, എത്ര പെട്ടെന്നാണ് അത് കഴിഞ്ഞുപോയത്. ഇനിതാ അടുത്ത മാസമായ ശേഷം അടുത്ത മാസമായി, അങ്ങനെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകുമെന്ന കാര്യം എപ്പോഴും ഓർക്കുക. നബിതങ്ങൾ പറഞ്ഞുവല്ലോ, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണമെന്ന ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്ത വർദ്ധിപ്പിക്കണേ, ധാരാളമായി ആലോചിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സൂറത്ത് ആലി ഇംറാനിലെ ഈ ആയത്തെക്കുറിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, വഹാദിഹിൽ ആയ തഅസിയത്തുൻ ലികുല്ലി നഫ്സിൻ എന്നാണ്. എല്ലാവർക്കുമുള്ള ഒരു തഅസിയത്താണ് ഈ ഒരു ആയത്ത്. ഒരു മരണത്തെക്കുറിച്ചുള്ള ഒരു അനുശോചനം, ആ അനുശോചനമാണ് ഈ ഒരു വചനമെന്നാണ്. എല്ലാവർക്കുമുള്ള ഒരു തഅസിയത്താണ്, അനുശോചനമാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന ഈ ഒരു ആയത്ത് എന്നാണ്. ഇത് എല്ലാ മനുഷ്യർക്കും തഅസിയത്തുൻ ലി ജമീഇൻ നാസ് എന്നാണ്. എല്ലാ മനുഷ്യന്മാർക്കുമുള്ള ഒരു തഅസിയത്താണ്, അനുശോചനമാണ് ഈ ഒരു വചനം. കാരണം എല്ലാവരും മരിക്കും, ഒരാളും ബാക്കിയാവില്ല. ഫഇന്നഹു ലാ യബ്ഖാ അഹദുൻ അലാ വജ്ഹിൽ അർളി ഹത്താ യമൂത്ത്, ഒരാളും തന്നെ മരിക്കാതെ ഈ ഭൂമിയിൽ ബാക്കിയാകുന്നില്ല. എല്ലാവരും മരിക്കും. അവധി കഴിഞ്ഞാൽ, നിശ്ചയിക്കപ്പെട്ട ആയുസ് പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാവരും മരിക്കുന്നു, ഖിയാമത്ത് സംഭവിക്കുന്നു. ഒരാളും ബാക്കിയാവാതെ എല്ലാവരും യാത്ര പോകും. ഫഹുവ തആല വഹ്ദഹു ഹുവൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്, അല്ലാഹു തആല മാത്രമാണ് മരിക്കാതെ എന്നും ജീവിച്ചിരിപ്പുള്ളവൻ. അവനാണ് ഹയ്യ്, അവനാണ് എന്നും ജീവിച്ചിരിപ്പുള്ളവൻ. ബാക്കിയെല്ലാം മരിക്കുന്നവർ തന്നെയാണ്, മനുഷ്യന്മാർ മാത്രമല്ല. അൽ ഇൻസു വൽ ജിന്നു യമൂതൂൻ വകദാലിക അൽ മലായിക വഹമലത്തുൽ അർശി, മലക്കുകൾ പോലും മരിക്കുന്നതാണ്, ജിന്നുകൾ മരിക്കുന്നവരാണ്. റബ്ബിന്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ പോലും, ഹമലത്തുൽ അർശ്, ആ മലക്കുകളും ജിബ്രീലും അതേപോലെ മീകായിലും ഇസ്രാഫീലും മലക്കുൽ മൗത്ത് അടക്കം എല്ലാ മലക്കുകളും മരിക്കും. അല്ലാഹു മാത്രമാണ് ഹയ്യ്, അവൻ മാത്രമാണ് എന്നും ജീവിച്ചിരിപ്പുള്ളവൻ. അവനാണ് അവ്വൽ, അവനാണ് ആഖിർ.
അവനാണ് അവൽ തുടക്കമില്ലാത്തവൻ, അവനാണ് ആഖിർ ഒടുക്കമില്ലാത്തതും അല്ലാഹുവാണ്. അവനാണ് ഹയ്യ് എന്നതും ജീവിച്ചിരിപ്പുള്ള അല്ലാഹുവാണ്. ഈ നൈമിഷികമായ ദുനിയാവിലാണ് നാം ഉള്ളത്. ഒരു ഉറപ്പുമില്ല. ഇന്ന് വൈകുന്നേരമാകുമോ നാളെ നേരം പുലരുമോ യാതൊരു ഉറപ്പുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായ എന്ന സ്വഹാബി, ചെറുപ്പക്കാരനായ സ്വഹാബി, നബി തങ്ങളുടെ കാലത്ത് ഇബ്നു ഉമർ, ആ ഇബ്നു ഉമറിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, നീ നേരം പുലർന്നാൽ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല, വൈകുന്നേരമായാൽ നേരം പുലരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, നീ ഈ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെ, ഒരു പ്രവാസിയെ പോലെ നീ ആകണം. അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരെ പോലെ, പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് ഒന്ന് വിശ്രമിക്കാനിറങ്ങിയ ഒരു വഴിയാത്രക്കാരെ പോലെ ആകണം. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, ഖബറാളികളെ കൂട്ടത്തിലാണ് നിന്നെ നീ കണക്കാക്കേണ്ടത് എന്നാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച് ഖബറിലേക്ക് പോകേണ്ടവരാണ്. നാട്ടിലെ ഖബർസ്ഥാനിൽ ചെന്നാൽ ആ ഖബർസ്ഥാനിൽ ധാരാളം ഖബറുകളുണ്ട്. പരിചയമുള്ളവരുമല്ലാത്തതുമൊക്കെയായി ഒരുപാട് ഖബറുകൾ അവിടെ കുഴിച്ചു വെച്ചിട്ടുമുണ്ട്. അടുത്തൊരു ഖബർ എനിക്കുള്ളതായിരിക്കും, അടുത്തൊരു മയ്യത്ത് എന്റേതായിരിക്കും, ഇനി കൊണ്ടുവന്ന് മറമാടുക എന്നെയായിരിക്കുമെന്ന വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നിന്നെ ഖബറാളികളെ കൂട്ടത്തിൽ നീ എണ്ണിക്കൊള്ളുക എന്ന ആ വചനം സഹോദരന്മാരെ, അതാണ് ജീവിതത്തിൽ നിന്നും നമുക്കുണ്ടാവേണ്ടത്. റമദാന് കഴിഞ്ഞു, ശവ്വാല് വരും, അത് കഴിഞ്ഞ് അടുത്ത മാസം വരും. അങ്ങനെ മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും മണിക്കൂറുകളും ഒക്കെ മാറി 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 വന്നുകൊണ്ടേയിരിക്കും. ആയത്തിൽ സൂറയിലെ ആയത്ത് അല്ലാഹു തആല ഈ ദുനിയാവിനെ ഉപമിച്ചത് ഒരു കൃഷിയോടാണ്. ഐഹികമായ ജീവിതത്തിന് അവർക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കൂ നബിയെ. ആകാശത്തിൽ നിന്ന് മഴ പെയ്ത് വെള്ളം ഇതുപോലെയാണ്. അങ്ങനെ ആ വെള്ള നിമിത്തമായി ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ ചെടികൾ, സസ്യങ്ങൾ മുളച്ചു പൊങ്ങുന്നു. പക്ഷേ അവസാനം പിന്നീട് അതാ കാറ്റിന് പാറിപ്പോകുന്ന ചണ്ടികളായി, പൊടികളായി അത് മാറുകയാണ് എന്നാണ്. എത്ര കൃഷിയുണ്ടായാലും പാടമൊന്നാകെ കൃഷി മുളച്ചു വന്ന് തഴച്ചു വളർന്ന് നല്ല പച്ചമുളച്ചു നിൽക്കുന്ന പാടം ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ കാണാം ഒന്നുമില്ല. എല്ലാം അവിടുന്ന് കൊയ്തെടുത്ത് അതിന്റെ ചണ്ടി മാത്രമുള്ള, അതിന്റെ അപ്പഴങ്ങൾ മാത്രമുള്ള അവസ്ഥയിലേക്ക് അത് മാറിയതായി കാണാം. ഇതാണ് ഐഹികമായ ജീവിതമെന്നാണ്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി വന്നു കുറച്ചുകാലം അതിങ്ങനെ പച്ചപിടിച്ച് നല്ല പളവളപ്പോടുകൂടി നല്ല ആരോഗ്യവും നല്ല യുവത്വവും എല്ലാ സൗകര്യങ്ങളുമായി കുറച്ചുകാലം ഉണ്ടാകും. ഇടയ്ക്കെപ്പോഴോ അത് ഉണങ്ങി, അത് വാഴ്ചലിഞ്ഞു, അയാൾ മരിച്ചു എന്ന് പറയുന്ന പിന്നൊന്നുമില്ല. ശേഷിപ്പുകൾ വല്ലതുമുണ്ടെങ്കിൽ അതുമാത്രം ബാക്കിയാകുന്ന മറ്റൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കാറ്റിനിങ്ങനെ പാറിക്കളിക്കുന്ന ആ കൃഷിയുടെ അവശിഷ്ടങ്ങൾ മാത്രം ബാക്കിയാകുന്നത് പോലെയാണ് ഈ ഐഹികമായ ജീവിതമെന്ന് അല്ലാഹു തആല ഉദാഹരണമായി നമുക്ക് പറഞ്ഞു തരുന്നത്. ശേഷമല്ല പറഞ്ഞ വചനം, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, സമ്പത്തും സന്താനങ്ങളും ഒക്കെ ഐഹിക ജീവിതത്തിലെ സൗന്ദര്യങ്ങൾ മാത്രമാണ്. അതിന് ഒരു സൗന്ദര്യം സീനത്ത് മാത്രമാണ്. വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബ വ ഖൈറുൻ അമല, സ്വാലിഹായ ശേഷിപ്പുകൾ വല്ലതുമെങ്കിൽ അതാണ് നിന്റെ റബ്ബിന്റെ പക്കൽ ഏറ്റവും ഖൈറായ പ്രതിഫലവും പ്രതീക്ഷിക്കാൻ വകയുള്ളതുമെന്നാണ് അല്ലാഹു തആല ശേഷം ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവ് നശ്വരമാണ്, ഏത് നിമിഷവും പോയേക്കാം. ഉറപ്പില്ലാത്ത ദുനിയാവും ഉറപ്പുള്ള മരണവും ശേഷമുള്ള ജീവിതവും ഏതിനേണ്ടി പണിയെടുക്കണമെന്ന ആ ഒരു ചിന്തയാണ്, തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഒട്ടും ഉറപ്പില്ലാത്ത ഈ ലോകത്തിന് വേണ്ടിയാണോ എന്റെ അധ്വാനം? അതല്ല, തീർച്ചയായും ബാധിക്കുമെന്ന് ഒരു സംശയമില്ലാതെ ബോധ്യമുള്ള ഈ പാരത്രികമായ ജീവിതത്തിന് വേണ്ടിയാണോ ഞാൻ ഒരുങ്ങേണ്ടത് എന്ന ആ ഒരു തിരിച്ച്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, സ്വാലിഹായ ബാഖിയാത്ത് ശേഷിപ്പുകൾ, നല്ല ശേഷിപ്പുകൾ, അതാണ് ഒരു മനുഷ്യന് പ്രതീക്ഷിക്കാനുള്ളത്. ആഖിറമാണ് ഖൈർ എന്ന് അത് എത്ര സ്ഥലത്താണ് പരിചയപ്പെടുത്തിയത്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, പരലോകമാണ് ഖൈറായത്, അതാണ് അബ്ഖാ, ബാക്കിയായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ജീവിതത്തെ
ഉപമിച്ചത് മനുഷ്യൻ ഭക്ഷിക്കുന്ന ഭക്ഷണത്തോടാണ്. നബി ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ നോക്കൂ എത്ര നല്ല രൂപത്തിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. അതിന് ഉപ്പും ചേരുവകളും എല്ലാം ചേർത്തുകൊണ്ട് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരുന്ന വേസ്റ്റ് നിങ്ങൾ നോക്കൂ. ഏത് ഭക്ഷണം കഴിച്ചാലും പുറത്തേക്ക് വരുന്ന വേസ്റ്റ് കാണാൻ പോലും കഴിയാത്ത, മൂക്ക് പൊത്തുന്ന ദുർഗന്ധമുള്ള വേസ്റ്റാ പുറത്തേക്ക് വരുന്നത്. ഇതാണ് ഐഹികമായ ജീവിതത്തിന് ഉദാഹരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരൻ, അത്രയുള്ളൂ ദുനിയാവൊക്കെ. അതുകൊണ്ട് ഈ റമദാനിൽ നേടിയെടുത്ത നേട്ടങ്ങളെ, ഈ തഖ്വയെ, ഈ നന്മകളെ നഷ്ടപ്പെടുത്താൻ പാടില്ല. റമദാനിൽ മാത്രമായി പടച്ച റബ്ബ് നമ്മെ നിരീക്ഷിക്കുന്നവരല്ല. റബ്ബ് എന്നും നിരീക്ഷിക്കുന്നവരാണ്. എല്ലാ സമയവും എല്ലാ ദിവസവും അല്ലാഹുവിന്റെ നിരീക്ഷണമുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും റബ്ബ് നിരീക്ഷണ സ്ഥാനത്താണെന്നാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തത്. നാം എന്നൊരു വാക്ക് പുറത്തേക്ക് വന്നാൽ പോലും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. മാ യൽഫിലു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്കുച്ചരിക്കുന്നുവെങ്കിൽ പോലും സജ്ജമായി നിൽക്കുന്ന നിരീക്ഷകൻ അതെല്ലാം രേഖപ്പെടുത്താതെ പോകുന്നില്ല. ഇരിയതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്. അവന്റെ വലത്തും ഇടത്തുമായി കൊണ്ടിരിക്കുന്ന രണ്ട് മലക്കുകൾ എല്ലാം ഏറ്റുവാങ്ങുമെന്നാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. എല്ലാം നിരീക്ഷിക്കുന്നു. കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന കേൾവികൾ, പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന ചെയ്തികൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയാണ്. അത് രേഖയായി കയ്യിലേക്ക് നൽകപ്പെടുന്ന ദിവസമുണ്ട്. ചോദ്യമുണ്ട്, വിചാരണയുണ്ട്. എന്തിനു ചുവന്ന ചോദ്യമുണ്ടാകും. ആ തിരിച്ചറിവ് ജീവിതത്തിൽ നിന്നും ഉണ്ടാകണം. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മരിക്കുമെന്ന ബോധമുണ്ടാകണം. ഓരോ മയ്യത്തിനെയും കൂടെ പോകുമ്പോൾ അടുത്ത മയ്യത്ത് ഞാനായിരിക്കുമെന്ന ആ തോന്നലാണ് ഉണ്ടാവേണ്ടത്. സഹോദരങ്ങൾ, ആ നിൽക്കുന്ന തിരിച്ചറിവ് റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടണം. അല്ലാതെ യാന്ത്രികമായി റമദാന് വന്നു, നോമ്പ് നോറ്റു, നിസ്കരിച്ചു, അത് കഴിഞ്ഞു, റമദാൻ കഴിഞ്ഞ് അടുത്തൊല്ലം നോക്കാം എന്നല്ല. ഓരോ നിമിഷത്തിലും ആ ബോധമുണ്ടാവുക. കാത്തു സൂക്ഷിച്ച ഈ വിശുദ്ധിയെ കളങ്കപ്പെടുത്താതിരിക്കുക. റമദാൻ കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായും നമ്മെ നശിപ്പിക്കാൻ വേണ്ടി എമ്പാടും സംവിധാനങ്ങൾ ഉണ്ടാവും. ഫെസ്റ്റായും അതേപോലെ ഓരോ പേരിട്ടുകൊണ്ട് ഓരോന്നും വരും. ഈ റമദാൻ നേടിയ മുഴുവൻ ഈമാനിനെയും എല്ലാ തഖ്വയെയും പെരുന്നാളോടുകൂടി ഇല്ലാതാക്കുന്ന, നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് സംവിധാനങ്ങൾ ദുനിയാവിലുണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ്. അതൊന്നും നമുക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. എന്ത് എക്സിബിഷൻ വന്നാലും, ഏത് ഫെസ്റ്റ് വന്നാലും, എന്ത് പേരിനാലും അതൊന്നും നമുക്കുള്ളതല്ല. അതൊക്കെ അഹ്ലുദ്ദുനിയ, ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന, ദുനിയാവിലെ കളിതമാശകളിൽ മാത്രം മുഴുകുന്ന, അതിനുവേണ്ടി മാത്രം ജീവിതത്തെ കാണുന്ന ആളുകൾക്കുള്ളതാണ്. നമ്മളതിൽ പെട്ടുപോകാൻ പാടില്ല. അലി അബീ ത്വാലിബ് പറഞ്ഞുവല്ലോ, ദുനിയാവിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആരമിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അലാ ഇന്ന ദുനിയാ മുതബിറ, ദുനിയാവില നമ്മിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ്. പരലോകമാവട്ടെ മുഖബിര, ഇങ്ങോട്ട് മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒലികുല്ലിൻ മിൻഹുമാ ബനൂന, രണ്ടിനുമുണ്ട് ചില സന്താനങ്ങൾ. ദുനിയാവിന്റെ മക്കളുണ്ട്, ആഖിറത്തിന്റെ മക്കളുമുണ്ട്. ഫകൂനു ബിനാഇൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ. നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണം, ദുനിയാവിന്റെ മക്കളായിക്കൂടാ എന്ന് അലി അബീ ത്വാലിബ് റളിയല്ലാഹു നൽകിയ ഉപദേശമാണ്. നമ്മൾ ദുനിയാവിന്റെ ആളുകളാകേണ്ടവരല്ല, ദുനിയാവിന്റെ മക്കളാവേണ്ട നമ്മളാകേണ്ടത് മിൻ അബ്നാഇൽ ആഖിറ, പാരത്രികമായ ലോകത്തിന്റെ മക്കളായി, സ്വർഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന, അത് ലക്ഷ്യമായി കാണുന്നവരായി നമ്മൾ മാറണം. അതുകൊണ്ട് തന്നെ നാട്ടിൽ ബഹളുണ്ടായാലും ഇത് എനിക്ക് പറ്റിയതാണോ, സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ പേടിക്കുന്ന, റബ്ബിനെ ഭയപ്പെടുന്ന എനിക്ക് പറ്റിയതാണോ അല്ലേ എന്ന് പരിശോധിച്ചിട്ട് ഏതിലും പോയി ചാടാവൂ. അല്ലാതെ എന്തിലും പോയി ചാടി എല്ലാത്തിനും ഭാഗവാക്കായി എല്ലാം കണ്ട് എല്ലാത്തിനും ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ദുനിയാവിന്റെ മക്കൾ എന്ന ഗണത്തിലെ വരികയുള്ളൂ. അതിനാൽ സഹോദരങ്ങളെ, ഒരു തിരിച്ചറിവ്, ഒരു കാഴ്ചപ്പാട് ജീവിതത്തിൽ ഉണ്ടാവുക. ഇനി റമദാൻ നമുക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഒരു വെള്ളിയാഴ്ച റമദാനിൽ കിട്ടുമോ എന്ന് ഇക്കൊല്ലമെല്ലാം ഏതാരുമില്ല. അടുത്ത വർഷം ആയുസ്സുള്ളവർക്ക് ഒരുപക്ഷെ കിട്ടിയേക്കാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ തിരിപ്പോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. റമദാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും റമദാൻ കഴിഞ്ഞ പ്രതീതിയാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ, മാർക്കറ്റിലേക്ക് ഇറങ്ങിയാലൊക്കെ നോമ്പ് കഴിഞ്ഞുവെന്ന തോന്നുക. പെരുന്നാൾ ആയതുപോലെയാണ്. എല്ലാ സ്ഥലത്തും പെരുന്നാളിന്റെ സംസാരമാണ്. പെരുന്നാളിന്റെ കച്ചവടങ്ങൾ എന്നോ ആരംഭിച്ചു കഴിഞ്ഞു. പെരുന്നാളുമായി ബന്ധപ്പെട്ട ശബ്ദകോലാഹലങ്ങൾ കഴിഞ്ഞു. റമദാൻ കഴിഞ്ഞതുപോലെയാണ് പലരുടെയും പ്രതീതി. ഇല്ല, ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി ഈ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരായി നമ്മൾ മാറണം. റമദാൻ അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി പറയുമെന്നാണ്. അതുകൊണ്ട് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമോ, അതല്ല എനിക്ക് എതിരായിട്ടാണോ,
പ്രതികൂലമായിട്ടാണോ റമദാൻ സാക്ഷി പറയുക എന്ന ഒരു ആലോചന നമ്മൾ നിർവഹിക്കണം. എല്ലാം റബ്ബിനോട് തുറന്നു പറഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് റമദാനിന് കഴിയുമ്പോൾ എല്ലാം പൊറുക്കപ്പെട്ടവരായി മാറണം. ഈ റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള പാപങ്ങൾ പുറത്തു പോകുമെന്നാണ്. റമദാനു ഇലാ റമദാൻ കഫാറത്തുൻ ലിമാ ബൈനഹുന്ന. അടുത്ത റമദാൻ, ഈ റമദാൻ കഴിഞ്ഞ റമദാൻ മുതൽ ഇതുവരെയുള്ള എല്ലാ പാപങ്ങൾക്കുമുള്ള പരിഹാരമാണ്, എല്ലാം പൊറുക്കുന്നതാണ് എന്നാണ്. നമ്മുടേത് പുറത്തോ നമുക്ക് ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, അതൊക്കെ പൊറുപ്പിക്കാൻ ഈ റമദാനിൽ സാധിച്ചുവോ എന്ന ആ ഒരു ആലോചന കൂടി ഈ ദിവസങ്ങളിൽ ഒന്നുകൂടി ശക്തമായി ഉള്ളിയും. അങ്ങനെ കഴിവിന്റെ പരമാവധി പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന അബ്നാഉദ്ദുനിയ ആവാതെ അബ്നാഉൽ ആഖിറ എന്ന് പറഞ്ഞ പാരത്രിക ലോകത്തിന്റെ മക്കളായി മാറാൻ നാം പരിശ്രമിക്കുക. പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരിമാർ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ 27ാമത്തെ നോമ്പിലാണ് നാം ഉള്ളത്. ഇൻഷാ അല്ലാഹ് 2-3 ദിവസമാണ് ഇനി ഈ റമദാനിൽ നമുക്ക് ബാക്കിയുണ്ടാവുക. മിക്കവാറും 29-ന് മാസപ്പിറവി കാണാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. ഞായറാഴ്ച സൂര്യാസ്തമയ ശേഷം 1 മണിക്കൂർ സമയം ചന്ദ്രോദയമുണ്ടാകും എന്നാണ് കണക്കുകൾ പ്രകാരം മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ മാസം കാണാനാണ് സാധ്യത കൂടുതൽ. അതുപ്രകാരം തിങ്കളാഴ്ച പെരുന്നാളാവുകയും ചെയ്തേക്കാം. ഇതല്ല നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അന്ന് ശക്തമായ കാർമേഘം മൂടുകയോ ശക്തമായ മഴയുണ്ടാവുകയോ ചെയ്ത് മാസം കാണാൻ പറ്റാതെ പോയാൽ മാത്രം പിറ്റേന്ന് 30 കൂടി ലഭിക്കാനുള്ള അവസരമുണ്ടാവുകയും ചെയ്യും. ഏതാണെങ്കിലും ഈ ബാക്കിയുള്ള ദിവസങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം. പെരുന്നാൾ ദിവസമാകുന്നതോടുകൂടി നബി തങ്ങൾ പഠിപ്പിച്ച ധാരാളം സുന്നത്തുകളും വാജിബുകളും നമുക്കുണ്ട്. ഫിത്ർ സക്കാത്ത് നിർബന്ധമായ ബാധ്യതയാണ്. സമ്പത്തിന്റെ സക്കാത്ത് പോലെ തന്നെ ശരീഅത്തിന്റെ സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹാ തുഹ്റത്തുൻ ലിസ്വായിം വതുഅമത്തുൻ ലിൽ മസാകീൻ എന്നാണ്. ഫിത്ർ സക്കാത്ത് നോമ്പുകാരന് ശുദ്ധീകരണമാണ്, മിസ്കീന്മാർക്ക് ഒരു ഭക്ഷിക്കാനുള്ള വകയുമാണ് എന്നാണ്. എല്ലാവരും ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുണ്ട്. പെരുന്നാൾ ദിവസം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനുള്ള വക കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അവരൊക്കെ കൊടുത്തോളാം. ഒരുപക്ഷെ സക്കാത്ത് വാങ്ങുന്നവരും സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്നർത്ഥം. അന്നത്തെ ദിവസം പെരുന്നാളിന്റെ ആ രാവും പകലും ഭക്ഷണം കഴിക്കാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിലും ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പ് കഴിഞ്ഞ് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അവരൊക്കെ ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. അത് പൈസക്കാർക്ക് മാത്രമല്ല, പണക്കാര് മാത്രം നൽകേണ്ടത് പണത്തിന്റെ സക്കാത്താണ്. ശരീഅത്തിന്റെ സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. അതുകൊണ്ട് അന്നും പട്ടിണിയാണോ അവൻ കൊടുക്കേണ്ടതില്ല. പെരുന്നാൾ ദിവസവും പട്ടിണിയാണ്, ഒന്നും കഴിക്കാനില്ല എങ്കിൽ അവൻ സക്കാത്ത് നൽകേണ്ടതില്ല. അതല്ല, അന്നത്തെ ചെലവ് കഴിച്ച് മിച്ചമുണ്ട് എങ്കിൽ അവൻ ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുണ്ട്. ഒരാളുടെ വിഹിതം 4 മുദ്ദാണ്. 2 കൈയും കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ വാരിയാൽ കിട്ടുന്നതാണ് 1 മുദ്ദ് എന്ന് പറയാം. 2 കൈയും ഇങ്ങനെ വാരിയാൽ കിട്ടുന്ന അരി, അതിനാണ് 1 മുദ്ദ് എന്ന് പറയുക. അങ്ങനത്തെ 4 വാരൽ, അതാണ് ഒരാളുടെ വിഹിതം. 4 മുദ്ദ്, 1 സ്വാഇ. ഏതാണ്ട് ഒരു 500-550 ഗ്രാമാണ് ഒരു ഉണ്ടാവുക. ഇങ്ങനെ വാരിക്കഴിഞ്ഞാൽ ഒരു 500 ഗ്രാം 550 ഗ്രാം ഒക്കെയാണ് സാധാരണഗതിയിൽ ഒരു ശരാശരി കയ്യിലുണ്ടാവും. അങ്ങനത്തെ 4 വാരലാണ് ഒരാളുടെ ഫിത്ർ സക്കാത്ത്. അത് പെരുന്നാളിന്റെ തലേന്ന് റമദാൻ 29-ന് രാത്രി ഭാര്യ പ്രസവിച്ചു, ആ കുട്ടിക്ക് പോലും നാം ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അന്നു ജനിച്ച കുട്ടി പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് വരെ ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുണ്ട്. അത് നൽകേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായിക്കൊണ്ടാണ്.
പെരുന്നാൾ നിസ്കരിക്കും മുമ്പ് അവകാശികളിലേക്ക് എത്തണം. വേണമെങ്കിൽ 1, 2, 3, 4 ദിവസം മുമ്പൊക്കെ നൽകാം. അനസ് സ്വഹാബിമാരൊക്കെ ദിവസങ്ങൾ മുമ്പേ തന്നെ ഫിത്ർ സക്കാത്ത് നൽകുമായിരുന്നുവെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ ആ നിലയ്ക്ക് നമുക്ക് ഇന്ന് വേണമെങ്കിൽ കൊടുക്കാം, നാളെ കൊടുക്കാം. ഏതായാലും പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പേ കൊടുത്തിരിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫിത്ർ സക്കാത്ത് അല്ല, അത് സ്വതക്കയായി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. നമ്മുടെ പള്ളി വെച്ച് ഫിത്ർ സക്കാത്ത് ശേഖരിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ആ സംവിധാനം ഉപയോഗപ്പെടുത്താം. യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ ചുറ്റുഭാഗത്ത് പാവപ്പെട്ടിട്ടുണ്ടോ അവർക്ക് കൊടുക്കാം. കുടുംബങ്ങളിൽ പാവപ്പെട്ടിട്ടുണ്ടോ അവർക്ക് നൽകാം. അതല്ല ഈ സംവിധാനം ഉപയോഗിക്കണമോ ഇവിടെ എനിക്ക് ഏൽപ്പിക്കുകയും ചെയ്യാം. ഒരാളുടെ വിഹിതം 100 രൂപയാണ് കണക്കാക്കിയത്. ആ 100 രൂപ ശേഖരിച്ച് ആ 100 രൂപ കൊണ്ട് നമ്മൾ അരി വാങ്ങി പാവപ്പെട്ട ആളുകൾ കണ്ടെത്തി അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഒരു 2.5 കിലോ അല്ലെങ്കിൽ 2.25 കിലോ ഒക്കെയാണ് ഒരാളുടെ വിഹിതമായി ഉണ്ടാവുക. അത് പ്രകാരം ഏതാണ്ട് 90 രൂപ 95 രൂപ ആ ഒരാളുടെ വിഹിതത്തിലാവും. പിന്നെ അതിന്റെ വിതരണവും കാര്യങ്ങളും അത് ഒരു വണ്ടി വിളിച്ച് അവിടെ വീട്ടിലേക്ക് എത്തിക്കാൻ ചെലവ് കൂട്ടിയാണ് 100 രൂപ കണക്കാക്കിയിരിക്കുന്നത്. വേണമെങ്കിൽ 100 രൂപ ഇവിടെ കൊടുത്താൽ നമ്മുടെ ഒരാളുടെ വിഹിതം അത് കൊടുത്തു വിട്ടതായി മാറും. അത് കുടുംബനാഥന്റെ ബാധ്യതയാണ്. വീട്ടിൽ എത്ര കുടുംബാംഗങ്ങളുണ്ടോ അവിടെ എല്ലാ വിഹിതം ഭാര്യയുടെ, മക്കളുടെ, അതേപോലെ നമ്മുടെ ചെലവിൽ കഴിയുന്ന ആരെല്ലാം വീട്ടിലോ, ഒരുപക്ഷെ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിലായിരിക്കാം, ചില സഹോദരിമാർ നമ്മുടെ വീട്ടിലായിരിക്കാം. അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെലവിൽ കൊടുക്കുന്നവർ ആരൊക്കെ ഉണ്ടോ അവരുടെ വിഹിതം നൽകേണ്ട ബാധ്യത ആ കുടുംബനാഥനാണ്. അപ്പൊ ഈ പള്ളിയിൽ അങ്ങനെ സംവിധാനമുണ്ട്. വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. അതല്ല സ്വന്തമായി ചെയ്യുന്ന ആളുകൾക്ക് സ്വന്തമായി നൽകുകയും ചെയ്യാം. അത് മാത്രമായി ശ്രദ്ധിക്കുക. പെരുന്നാൾ ദിവസത്തിൽ പെരുന്നാൾ നിസ്കാരം പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അപാലബുദ്ധം ജനങ്ങൾ പെരുന്നാളിലേക്ക് വരണമെന്നാണ് നബി ഞങ്ങൾ ആഹ്വാനം ചെയ്തത്. ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ എന്ന സ്വഹാബി സ്ത്രീ ഒരു പറയുന്നു, കുന്നാ നുഅ്മറു അൻ നുഖ്രിജൽ ഹുയ്യല വദവാത്തിൽ ഖുദൂർ. അത് റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചു എല്ലാ സ്ത്രീകളെയും പെരുന്നാൾ നിസ്കാരത്തിൽ കൊണ്ടുവരാൻ. ആർത്തവമുള്ള സ്ത്രീകൾ പോലും വരട്ടെ എന്ന നബി ഞങ്ങൾ പറഞ്ഞത്. ഹൈലുള്ള സ്ത്രീകൾ പോലും, കൂടാരങ്ങളിൽ കഴിയുന്ന പുറത്തിറങ്ങാത്ത സ്ത്രീകളുണ്ടെങ്കിൽ അവരെ പോലും വരട്ടെ എന്നാണ് നബി ഞങ്ങൾ പറഞ്ഞത്. എല്ലാവരും കൂടുന്ന, എല്ലാവരും സംഗമിക്കുന്ന ആ ഒരു പുണ്യത്തിൽ അവരും ഭാഗവാക്കാവട്ടെ. എല്ലാവരുടെയും ആ ദുആയിൽ അവർക്കും വിഹിതം ലഭിക്കട്ടെ. നിസ്കാര സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്തവർ മാറി നിന്നോട്ടെ എന്നാണ് നബി ഞങ്ങൾ പറഞ്ഞത്. നബി ഞങ്ങൾ ഇത് പറയുമ്പോൾ സ്വഹാബി സ്ത്രീകൾ ചോദിച്ച നബിയെ, അല്ലാഹുവിന്റെ റസൂലേ, കൃത്യമായി വേഷം സ്വീകരിക്കാൻ പറ്റാവുന്ന വസ്ത്രമില്ലാത്ത സ്ത്രീകളുണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാം മറച്ചു വേണമല്ലോ പുറത്തേക്ക് ഇറങ്ങാൻ. അങ്ങനെ മറക്കാൻ മാത്രം വസ്ത്രമില്ല അത്തരം സ്ത്രീകളുണ്ട്. എന്താ നബി അവർ ചെയ്യുക? നിങ്ങൾ എല്ലാവരും വരാൻ പറഞ്ഞിരിക്കുന്നു, പക്ഷേ കൃത്യമായി മറക്കാൻ വേഷം തികയാത്തവർ എന്ത് ചെയ്യും നബിയെ? നബി ഞങ്ങൾ പറഞ്ഞത്, ഏതെങ്കിലും സഹോദരിമാരുടെ കയ്യിൽ കൂടുതൽ വസ്ത്രമുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് അവർക്ക് ഉടുക്കാൻ കൊടുക്കട്ടെ, എന്നിട്ടെങ്കിലും വരട്ടെ. ഒരു വസ്ത്രം കടം വാങ്ങിയിട്ടെങ്കിലും അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ സഹോദരിമാരിൽ എവിടെയെങ്കിലും വസ്ത്രം അധികമുണ്ടെങ്കിൽ ആ വസ്ത്രം തൽക്കാലം വാങ്ങി ധരിച്ചിട്ടെങ്കിലും അവർ ഈ ഖൈറിൽ പങ്കെടുക്കട്ടെ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് നബി തങ്ങൾ പള്ളിയിൽ പുറത്തേക്കാക്കിയത് പെരുന്നാൾ നിസ്കാരം. പിന്നെ പള്ളിയിലാകുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പുറത്തൊരു മൈതാനത്തേക്കാണ് നബി തങ്ങൾ പോകാറുള്ളത്. മദീന പള്ളി വലിയ മഹത്വമുള്ള പള്ളിയാണ്. എന്നിട്ട് പോലും ആ പള്ളി നിസ്കരിക്കാതെ മദീനത്തെ പള്ളിയിൽ നിന്ന് നബി തങ്ങൾ പുറത്തുപോയി ഗ്രൗണ്ടിൽ നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി പറയേണ്ടതില്ല. അതുകൊണ്ട് നമ്മളും ആ സുന്നത്ത് പ്രകാരം പുറത്താണ് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാറുള്ളത്. ഇത്തവണ ഇവിടെ PP ഹാളിലാണ് നമ്മുടെ പെരുന്നാൾ നിസ്കാരം ഉള്ളത്. അതുകൊണ്ട് രാവിലെ നിശ്ചയിക്കപ്പെട്ട 7 മണിക്ക് എല്ലാവരും വുളൂ ചെയ്ത് എത്താൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. കുടുംബസമേതം എല്ലാവരും കൂടെ പങ്കെടുക്കട്ടെ. അതാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ പ്രത്യേകത. എല്ലാ നന്മകളും ആ ദിവസങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നന്മയുടെ കൂടെ സഞ്ചരിക്കാൻ നാം പ്രത്യേകമായി തയ്യാറാവുക. അങ്ങനെ ഖൈറിന്റെ വാഹകരായി, ഖൈറിന്റെ സഹയാത്രികരായി ഈ ഐഹികമായ ജീവിതത്തെ ഉപയോഗപ്പെടുത്തി സന്തോഷത്തോടെ ദുനിയാവിന് യാത്ര പോകാൻ നമുക്ക് പറ്റണം. കിട്ടിയ ആയുസ്സിനെയാണെങ്കിലും ആ ആയുസ്സിനെ നന്മയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കുക. നന്മയുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുക. അല്ലാഹു തആല നമ്മിൽ നിന്നെല്ലാം ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആതിന
في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعد رقابنا ورقاب آبائنا وأمهاتنا وأحبابنا من النار يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.